ഡെറാഡൂൺ സൈനിക അക്കാദമിയിലെ നീന്തൽക്കുളത്തിൽ മലയാളി ജവാൻ മരിച്ച നിലയിൽ. തിരുവനന്തപുരം നേമം സ്വദേശി ബാലു എസ് ആണ് മരിച്ചത്. ജയ്പൂരിൽ ഹവീൽദാർ ആയിരുന്നു ബാലു. ലഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിനിടെയാണ് സംഭവമുണ്ടായത്. മരണകാരണം വ്യക്തമല്ല. വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള സർക്കാർ ധനസഹായം തട്ടിയെടുക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതി അറസ്റ്റിൽ. സർക്കാർ നൽകുന്ന 15 ലക്ഷം രൂപ തട്ടിയെടുക്കാനായി ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയെന്ന് യുവതി പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ ഹുൻസൂരിലെ 40-കാരിയായ സല്ലാപൂരിയെ അറസ്റ്റ് ചെയ്തു. വീടിനടുത്തുള്ള ചാണകക്കുഴിയിൽ കുഴിച്ചിട്ട നിലയിൽ 45-കാരനായ ഭർത്താവ് വെങ്കിടസ്വാമിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. ദമ്പതികൾക്ക് 2 കുട്ടികളുണ്ട്. ഇവർ വിദ്യാഭ്യാസത്തിനായി ബന്ധുക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. വെങ്കിടസ്വാമിയും സല്ലാപുരിയും കമുങ്ങുംതോട്ടം പരിപാലിക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു. ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ് സല്ലാപുരി വ്യാജകഥ മെനഞ്ഞ് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സല്ലാപുരി വില്ലേജ് ഓഫീസിൽ നഷ്ടപരിഹാരമോ സാമ്പത്തിക സഹായമോ വാഗ്ദാനം ചെയ്യുന്ന വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇങ്ങനെയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരകളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഭക്ഷണത്തിൽ വിഷം കലർത്തി വെങ്കടസ്വാമിയെ കൊലപ്പെടുത്തിയ ശേഷം ചാണകക്കുഴിയിൽ കുഴിച്ചിടുകയായിരുന്നു. തുടർന്ന് ഭർത്താവിനെ കടുവ കടിച്ചുകൊണ്ടുപോയി എന്ന് പോലീസിനെ അറിയിച്ചു. പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും കടുവ എത്തിയതിന്റെ അടയാളമൊന്നും കണ്ടെത്താനായില്ല. വിശദമായ അന്വേഷണത്തിൽ ചാണകക്കുഴിയിലേക്ക് എന്തോ വലിച്ചുകൊണ്ടുപോയ അടയാളം കണ്ട് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിൽ സല്ലാപുരി കുറ്റം സമ്മതിച്ചു. ചേറ്റുവയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചേറ്റുവ കിഴക്കുംപുറം തേർവീട്ടിൽ മനോജിന്റെ ഭാര്യ സിന്ധുവിനാണ് കുത്തേറ്റത്. മനോജിന്റെ വീട്ടിൽ വെച്ചാണ് സിന്ധുവിന് കുത്തേറ്റത്. തിരുവോണ ദിവസം വൈകിട്ട് മനോജും ഭാര്യ സിന്ധുവും ചേറ്റുവയിലെ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കിയിരുന്നു. തുടർന്ന് സിന്ധു മകളുമായി രാത്രി 7 മണിയോടെ സ്വന്തം വീട്ടിലേക്ക് പോയി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ സിന്ധു ചേറ്റുവയിലെ ഭർത്തൃ വീട്ടിലേക്ക് വന്നപ്പോഴാണ് സംഭവം. മനോജ് കത്തിക്കൊണ്ട് സിന്ധുവിന്റെ പുറത്ത് കുത്തുകയായിരുന്നു. സിന്ധു നിലവിളിച്ചതോടെ ആളുകൾ ഓടിക്കൂടിയതോടെ മനോജ് രക്ഷപ്പെട്ടു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ. മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശിയായ പാലക്കാട്ട് വീട്ടിൽ സൈനുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ പീഡനത്തിന് ഇരയായ കുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട കുട്ടിയെ പ്രതി കാറിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ലൈംഗിക അതിക്രമം നടത്തിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സൈനുദ്ദീൻ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിരവധി വീടുകളിൽ അതിക്രമിച്ചു കയറി സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ചതിന് കേസുകൾ നിലവിലുണ്ട്. വയനാട് പുൽപ്പള്ളി തങ്കച്ചൻ കേസിൽ ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുള്ളൻകൊല്ലി പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടത്തിനെയാണ് വീടിനടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തങ്കച്ചന്റെ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണെന്ന് തങ്കച്ചൻ ആരോപിച്ചിരുന്നു. കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം നടക്കവെയാണ് സംഭവം. പുൽപ്പള്ളി കേസിൽ 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തങ്കച്ചൻ ജയിൽ മോചിതനായത്. തങ്കച്ചൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ മദ്യം വാങ്ങിയ പ്രസാദ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയുമായി വകുപ്പ് ഉദ്യോഗസ്ഥ. വയനാട് ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിനെതിരെയാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചു. വിവാഹാഭ്യർത്ഥന നിരസിച്ച കാമുകിയെയും അച്ഛനെയും യുവാവ് വീട്ടിൽ കയറി വെട്ടി. പാലക്കാട് നെന്മാറയിലാണ് സംഭവത്തിൽ മെല്ലാർക്കാട് സ്വദേശി ഗിരീഷിനെ അറസ്റ്റ് ചെയ്തു. 4 വർഷമായി യുവതിയും ഗിരീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. വിദേശത്ത് ജോലിക്ക് പോയി വന്നതിന് ശേഷം ബസ് ഡ്രൈവറായ ഗിരീഷിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മദ്യലഹരിയിലെത്തിയ ഗിരീഷ് യുവതിയെയും അച്ഛനെയും വെട്ടുകത്തിക്കൊണ്ട് വെട്ടുകയായിരുന്നു.
കാസർഗോഡ് കുറ്റിക്കോലിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് ജീവനൊടുക്കി. കുറ്റിക്കോലിലെ ഓട്ടോ ഡ്രൈവർ സുരേഷ് എന്ന സുരേന്ദ്രനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റിക്കോൽ കുടുംബവഴക്കാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാവിലെ 8:15ഓടെയാണ് സംഭവം. 5ഉം 1.5 വയസ്സുള്ള 2 മക്കൾ ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് സുരേഷ് ഭാര്യയെ കുത്തിയത്. പരിക്കേറ്റ സിനി ഓടി അയൽവീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു. തുടർന്ന് അയൽവാസികൾ സിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് നാട്ടുകാർ എത്തി പരിശോധിച്ചപ്പോഴാണ് സുരേന്ദ്രനെ ഏണിപ്പടിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പാലക്കാട് ഒലവുകെട്ട് ലോഡ്ജിൽ യുവാക്കളുടെ ആക്രമണം. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സിറ്റി ഹോൾ ലോഡ്ജിലാണ് യുവാക്കളുടെ ആക്രമണം നടന്നത്. ലോഡ്ജിലെ ജീവനക്കാരനെ യുവാക്കൾ മർദ്ദിച്ചു. ലോഡ്ജിലെ റിസപ്ഷനിലും ഇവർ അതിക്രമം നടത്തി. ലോഡ്ജിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി വാഹനങ്ങൾ നിർത്തരുതെന്ന് പറഞ്ഞതിനാണ് ആക്രമണം നടത്തിയത്. ഇന്നലെ ഉച്ചയ്ക്കാണ് വാഹനങ്ങൾ നിർത്തരുതെന്ന് ലോഡ്ജ് മാനേജർ പറഞ്ഞത്. രാത്രിയോടെ കൂടുതൽ ആളുകളുമായി എത്തി യുവാക്കൾ ആക്രമണം നടത്തുകയായിരുന്നു.